അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്ത് പറയണമെന്ന് ശശി തരൂർ എം പി. ആരോഗ്യകരമായ വിമർശനം ഉള്ളിൽ ഉന്നയിച്ച് പുറത്ത് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് തരൂർ വയനാട്ടിലെ നേതൃക്യാമ്പിൽ പറഞ്ഞു. അടുത്ത കാലത്തായി പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ തരൂർ തന്നെയാണ് ഈ അഭിപ്രായം പറഞ്ഞത് എന്നതാണ് കൗതുകം. അതേസമയം ജനം പരിഹസിച്ചിരിക്കുന്ന അവസ്ഥ നേതാക്കൾ ഉണ്ടാക്കരുതെന്ന് പിന്നാലെ സംസാരിച്ച മുരളീധരൻ യോഗത്തിൽ പറഞ്ഞു. ആരുടെയും പേര് പറയാതെയായിരുന്നു മുരളീധരന്റെ പരാമർശം. സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന ലക്ഷ്യ 2026 എന്ന നേതൃക്യാമ്പിൽ 100 സീറ്റ് എന്ന ലക്ഷ്യമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് മുന്നിൽ വയ്ക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ നയരേഖ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവതരിപ്പിക്കും. അതിനിടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് ചർച്ചാവേദിയിൽ പറയരുതെന്ന നിർദ്ദേശമുണ്ടായിട്ടും ദീപ്തി മേരി വർഗീസ് കൊച്ചി കോർപ്പറേഷൻ മേയർ വിവാദം യോഗത്തിൽ ഉന്നയിച്ചു. മേയറെ തെരഞ്ഞെടുത്ത രീതിയാണ് യോഗത്തിൽ വിമർശിച്ചത്. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 85 സീറ്റുകളിൽ വിജയം ഉറപ്പെന്ന മേഖല തിരിച്ചുള്ള ചർച്ചയിൽ നേതാക്കൾ അവകാശവാദം ഉന്നയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയ ഘടകങ്ങളും പരാജയപ്പെട്ട ഇടങ്ങളിലെ ന്യൂനതകളും മേഖല തിരിച്ചുള്ള ഗ്രൂപ്പ് യോഗങ്ങളിൽ പരിശോധിച്ചു. മധ്യകേരളത്തിലെ ജില്ലകളിൽ നിന്നും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാമെന്നും യോഗം വിലയിരുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് 85 സീറ്റുകളിൽ നിലവിൽ ജയിക്കാമെന്നാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. അതേസമയം BJPയുടെ മുന്നേറ്റത്തിൽ ശ്രദ്ധ വേണമെന്നായിരുന്നു തെക്കൻ മേഖലാ യോഗത്തിലെ പൊതു അഭിപ്രായം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള മിഷൻ 2026 ഇന്ന് വി ഡി സതീശൻ യോഗത്തിൽ അവതരിപ്പിക്കും. ഫെബ്രുവരി ആദ്യവാരം തന്നെ 70 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയാണ് പ്രഥമ ലക്ഷ്യം. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കേരള യാത്രയിൽ സ്ഥാനാർത്ഥികളെ വോട്ടർമാർക്ക് പരിചയപ്പെടുത്തും. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഈ മാസം 15-നുള്ളിൽ പൂർത്തിയാക്കണമെന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് മിഷൻ 2026-ലുള്ളത്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകോലു ബത്തേരി ക്യാമ്പിൽ പങ്കെടുത്തു.